ഡിയർ സോൾസ്, നിങ്ങളിപ്പോൾ ഏത് സ്റ്റേജിലാണെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? വിഷമിക്കേണ്ട, എൻ്റെ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ കൺഫ്യൂഷനൊക്കെ മാറും കേട്ടോ. ഫസ്റ്റ് ബബിൾ ഫേസ്, മോസ്റ്റ് റൊമാൻറ്റിക് ഫേസ് ഇൻ അവർ ജേർണി എന്ന് പറയാം. ഓക്കെ, ഈ അവസ്ഥയിൽ DF ഒരു മതിമറന്ന അവസ്ഥയിലായിരിക്കും. ചുറ്റുമുള്ളതൊന്നും കാണാൻ ശ്രമിക്കില്ല, ഒൺലി DMനെ മാത്രം. എന്തായാലും ഈ അവസ്ഥയിലുള്ളവർ ട്വിൻ ഫ്ലെയിം ചാനൽസ് കാണില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ, ഇനി അടുത്ത സെപ്പറേഷൻ സ്റ്റേജ്. ഈ സ്റ്റേജിലുള്ളവർക്ക് കൂടുതലും യൂട്യൂബിൽ ഇത്തരം ചാനലുകൾ ഓർ വീഡിയോസൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ സ്റ്റേജിൽ DF ഭയങ്കര പെയിനിലൂടെ കടന്നു പോകുന്ന അവസ്ഥയാണ്. അതുപോലെ തന്നെ DM ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലും ആയിരിക്കും. അതായത് DM ഇടയ്ക്ക് വരും പോകും. ഓക്കെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ പെയിൻ അനുഭവിക്കുന്നതും DMനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും മൂഡ് സ്വിങ്സ് ഒരുപാട് ഉണ്ടാകുന്നതും ഡിപ്രഷൻ മോഡിൽ ആകുന്നതും ഒക്കെ ഈ ഒരു സ്റ്റേജിലാണ്. മാത്രമല്ല ട്വിൻ ഫ്ലെയിം ജേർണി റിലേറ്റഡ് ചാനൽസ് ഏതെങ്കിലും ഒന്ന് മാത്രം ഫോളോ ചെയ്യാതെ ഒരുപാടെണ്ണം കാണും. ഈ ചാനൽ നടത്തുന്നവരിൽ പലരുടെ എക്സ്പീരിയൻസ് പലതായതുകൊണ്ട് തന്നെ ഓരോ ചാനൽ വീഡിയോസ് കാണുമ്പോഴും ഈ DFസിന് അവർക്ക് സ്വയം റിലേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുള്ള ഒരു കൺഫ്യൂഷനിലും ആയിരിക്കും അവർ. അതുപോലെ ടാരറ്റ് റീഡിങ് വീഡിയോസിൽ അഡിക്റ്റ് ആയിരിക്കുകയും ചെയ്യും. ഓക്കെ, ചേസിങ് ടെൻഡൻസി ഈ DFസിന് കൂടുതലായിരിക്കും. ഓക്കെ, ഇനി സറണ്ടർ സ്റ്റേജ്. ഇത് DF തൻ്റെ DMനെ ലെറ്റ് ഗോ ചെയ്ത ശേഷമുള്ള ഒരു സ്റ്റേജാണ്. ചേസിങ്ങും സങ്കടങ്ങളും എല്ലാം മടുത്ത് ഈശ്വരനിൽ അഭയം പ്രാപിക്കുന്ന ഒരു സ്റ്റേജാണിത്. ഈശ്വരനുമായിട്ട് കൂടുതൽ കണക്റ്റ് ആകുന്ന സ്റ്റേജ്. കൂടെയുള്ള ആരോടും ഒരു അറ്റാച്ച്മെൻറ്റ് പോലും ഇല്ലാതെ ഒറ്റയ്ക്കിരിക്കാൻ DF ആഗ്രഹിക്കുന്നു. ഇടയ്ക്ക് സങ്കടങ്ങൾ വരുമെങ്കിലും അവരെല്ലാം ഈശ്വരനിൽ അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്താണെങ്കിലും ഈശ്വരൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് ചിന്തിക്കുന്നവരാണ് ഇത്തരം DFs. ചേസിങ് അവർ നിർത്തുന്നു. ഓക്കെ, ഇനി ഇന്നർ വർക്ക് സ്റ്റേജ്. സറണ്ടർ ആയിക്കഴിഞ്ഞാൽ DF പോകുന്ന സ്റ്റേജാണിത്. ഈ സ്റ്റേജിൽ DF ഒരിക്കലും തൻ്റെ DMനെ പറ്റി ചിന്തിച്ചിരിക്കുന്നില്ല, മറിച്ച് ചിന്തിക്കാതിരിക്കാൻ ശ്രമിക്കും. ഓക്കെ, ചേസിങ് തീരെ കാണില്ല. അതുപോലെ ഈ സ്റ്റേജിൽ DM വന്നു കഴിഞ്ഞാൽ DF അങ്ങോട്ട് മൈൻഡ് ചെയ്യില്ല. പഴയ രീതിയിൽ ഓവർ സ്നേഹം കൊടുത്ത് സംസാരിക്കില്ല. DMനെ ഒരു നോർമൽ പേഴ്സൺ ആയിട്ട് കാണാൻ ശ്രമിക്കും. ഇനി അവേക്കൻഡ് സ്റ്റേജിലുള്ള DFസിന് ഹീലിംഗ് ഒക്കെ ഒരു 90% ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. ഈ സ്റ്റേജിൽ അവർക്ക് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് എല്ലാവരോടും അൺകണ്ടീഷണൽ ലവ് ആയിരിക്കും. ഈ സ്റ്റേജിലുള്ള അധികം DFസും TF വീഡിയോസ് ഒന്നും കാണില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. ഓക്കെ.